ഹായ് പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡിങ്, അതായത് ഉരുൾപൊട്ടൽ. ഈ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ അന്ന് അറിഞ്ഞതാണ്. വയനാട്ടിൽ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത്, മുണ്ടക്കൈ ചൂരൽമല, 450ഓളം പേര് ഈ ഇതിൽ മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്ന കണക്കുകൾ. എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല, ഞാൻ അവിടുന്ന് പറഞ്ഞു കേട്ട് അറിഞ്ഞതാണ്. ആ സ്കൂളും അതേപോലെ ആ ഒരു കൊച്ചു ഗ്രാമവും വളരെ ഭംഗിയുള്ളൊരു പാലമായിരുന്നു. ആ പാലമൊക്കെ ഇടിച്ച് തകർത്ത് നമ്മുടെ പ്രിയപ്പെട്ട കുറേ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുമക്കളും ഈ മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി പോയ ഒരവസ്ഥ നമ്മൾ കണ്ടതായിരുന്നു. ഞാനും കുറേയായി ആഗ്രഹിക്കുന്നു എനിക്കിവിടെ ഒന്ന് പോയി കാണണം. പക്ഷേ ഈ ബെയിലി പാലത്തിൻ്റെ അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ല. എനിക്ക് അവിടുന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എത്രത്തോളം വലിയവനാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു നിമിഷം മതി എല്ലാം തീരാൻ. നമ്മുടെ ഉണ്ടെങ്കിൽ, നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ഈ ചൂരൽമലയുടെ ഭാഗത്തൊന്ന് പോയി നിന്നാൽ മാത്രം മതി. അവിടെ ചെന്ന് ആ എൻട്രി, ചൂരൽമല ടൗണിലോട്ട് എൻട്രി ആയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിലേക്ക് എന്താണെന്നറിയാത്തൊരു വിഷമം വരാൻ തുടങ്ങി. അത്രയ്ക്കും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുന്നേ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോയൊരു കാഴ്ച. ഒത്തിരി കഷ്ടപ്പെട്ട് കടങ്ങൾ വാങ്ങിയൊക്കെ ഉണ്ടാക്കിയ കടകൾ, ബിസിനസ്, വീടുകൾ, ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ കരച്ചിൽ വരും. കാരണം ഞാനൊരു വീടുണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. ആ കാണുന്ന വീട് കണ്ടോ, അതിൻ്റെ ആദ്യത്തെ നില ഒന്നുമില്ല. അവിടെ കുറേ വീടുകൾ അതുപോലെ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റത്തെ നിലയ്ക്ക് മുകളിലേക്ക് മാത്രം കുറച്ച് നന്നായിട്ടുണ്ട്, ബാക്കിയെല്ലാം താഴത്തെ നിലകൾ മൊത്തവും വെള്ളം കയറിപ്പോയി. അതും വലിയ വലിയ കല്ലുകൾ, പാറക്കല്ലുകളാണ് അവിടെ വന്ന് വീണത്. ആ ഒരു സ്കൂള് കാണുമ്പോൾ വലിയ വിഷമം തോന്നിപ്പോയി. ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ സത്യം പറഞ്ഞാൽ മനസ്സിനെ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അഹങ്കരിക്കുന്നവർ ഒരിക്കലും ഇവിടെ പോയാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആയിരുന്നില്ല ഇത്. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ എന്തോ ഓട്ടോമാറ്റിക്കലായി ഡൗൺ ആയിപ്പോയ ഒരു ഫീൽ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒത്തിരി സഹോദരങ്ങൾ ഇവിടെ മരണമടഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഈ വീഡിയോ ഇപ്പോൾ ഈ അവസ്ഥ, ചുരൽമലയുടെ അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.